ഫിലോഡെൻഡ്രോൺ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പ്ലാന്റുകളുണ്ട്. അതിൽ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട നീണ്ട ഇലകളുള്ള പച്ച അതേപോലെ ഗോൾഡൻ കളറൊക്കെ ഉള്ള പ്ലാന്റുകളിൽ ചെറിയ രീതിയിലുള്ള പോയിഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ അത് കഴിക്കുക, ചെറിയ കുട്ടികളൊക്കെ കഴിച്ചാൽ വായ ചൊറിയുന്ന പ്രശ്നങ്ങളും അതേപോലെ തന്നെ വയറിളക്കം അതേപോലത്തെ വയറ് പുകയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചുണ്ട് പൊള്ളി പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ പെറ്റ്സൊക്കെ ഇത് തിന്നുകയാണെങ്കിലും ഭയങ്കര പ്രശ്നങ്ങൾ, ഈ പൂച്ചയ്ക്കാണ് ഏറ്റവും കൂടുതൽ. പൂച്ചയൊക്കെ ഇത് കഴിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് അങ്ങനത്തെ സ്ഥലത്തൊന്നും വെക്കാതെ അവർക്ക് എത്താത്ത സ്ഥലത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇത് ചെറുതായിട്ട് നമുക്ക് എങ്ങനെയാണ് നന്നായിട്ട് വളർത്തിയെടുക്കുക, സോയിൽ ലെയറിങ് ചെയ്തെടുക്കാം. കണ്ടോ, അതേപോലെ ഓരോ നോഡൊന്നും വേരുകൾ വരുന്നുണ്ട്. ആ ഭാഗമൊക്കെ മണ്ണിൽ തട്ടി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർന്നു വരും. അപ്പം ആദ്യം നമ്മൾ വളർത്തിയെടുക്കുന്ന സമയത്ത് കുറച്ച് റൗണ്ടായിട്ട് പോട്ടിൽ വെക്കുക, സോയിൽ മണ്ണിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതേപോലത്തെ ഒരു നല്ലൊരു സ്റ്റിക്കൊക്കെ കുത്തി കൊടുത്തിട്ട് അതിലേക്ക് കെട്ടി വളർത്താനായിട്ട് ശ്രദ്ധിക്കണം. ഇത് മറിഞ്ഞ് ചാടി വീണ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വളർന്നു വരാത്തൊരു പ്രശ്നമുണ്ട്. ഇത് വള്ളിയിലൊക്കെ വള്ളിയാണ് പടർന്ന് കയറിപ്പോകുന്നൊരു പ്ലാന്റ് ആണ്. അപ്പം അതേപോലെ കെയർ ചെയ്തിട്ട് ഇതേപോലെ ഒരു സ്റ്റിക്കൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ട് പ്ലാന്റിനെ വളർത്താം. നല്ല പോസിറ്റീവ് എനർജി തരുന്ന അതേപോലെ തന്നെ ഒരു എയർ പ്യൂരിഫയർ പ്ലാന്റ് കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളർത്താവുന്നതാണ്. മുന്നേ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു പ്ലാന്റിനെ വളർത്തിയെടുക്കാനും അതേപോലെ തന്നെ കെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു പ്ലാന്റിനെ വീട്ടിൽ വെക്കാനും പറ്റും. രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് പോയിൻസിറ്റി കേട്ടോ. ഒരുപാട് മൾട്ടി കളറുകളുള്ള ഒരുപാട് വെറൈറ്റീസ് ആയിട്ടും ബുഷും തിക്കും അടിപൊളിയായിട്ട് ഈ ഒരു പ്ലാന്റ് വളർത്താൻ പറ്റും. ഇതിൽ നമുക്ക് ഇതിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് നോക്കിയാൽ ഇതൊന്നൊരു വെള്ളപ്പാല് പോലെ ഒരു ചുണ വരുന്നത് കാണാം. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകളൊക്കെ പോയിഷൻ ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ച് കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് മുകളിലേക്ക് നോക്കുമ്പോൾ കണ്ണിലേക്ക് ഉറ്റിയാൽ കണ്ണ് പൊള്ളിപ്പോവാനോ ഈ ഒരു നമ്മളെ കറമൂസിൻ്റെ ചുണയൊക്കെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാങ്ങയുടെ ചുണ മാവിൻ്റെ ചുണയൊക്കെ ആവുന്നത് പോലെ തന്നെ കണ്ണ് തൽക്കാലത്തേക്ക് ആ തട്ടുന്ന സ്ഥലത്തൊന്ന് പൊള്ളിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഇത് കഴിച്ചു കഴിയുകയാണെങ്കിലും ഇതേപോലെ തന്നെ വയറിളക്കം മറ്റു പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ഗമ്മ് പോലെയായിട്ട് മാറുകയും അതവിടെ പിടിച്ച് എവിടെയാണോ തട്ടുന്നെങ്കിൽ അവിടെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നീട് നമുക്ക് കുറച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് വരിക. അപ്പോൾ ഈ ഒരു പോയിൻസിറ്റി നമ്മൾ ഗേറ്റിൻ്റെയൊക്കെ സൈഡിൽ ഉള്ള ഭിത്തിയിൽ ആ ഒരു സൈഡിലൊക്കെ നമുക്ക് നട്ട് രണ്ട് സൈഡിലും വളർത്താമെങ്കിൽ നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് പെട്ടെന്ന് ദൂരം നിന്ന് കാണുമ്പം ഒരു പൂക്കളായിട്ട് തോന്നുകയും ചെയ്യില്ലേ. ഈ ഒരു പോയിൻസിറ്റിയ മിക്ക വീടുകളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് മനോഹരമായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും വളർത്താവുന്നതാണ്. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊരു കുറച്ച് പൊസിഷനുള്ളതാണ്, നമ്മളൊന്ന് ഓർത്ത് കൂടി വെക്കുക കേട്ടോ. അത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇത് നമുക്ക് സിമ്പിളായിട്ട് വളർത്താവുന്നതാണ്. ഇതിൻ്റെ കമ്പുകൾ നട്ട് വളർത്താം. അപ്പോൾ നമ്മൾ 18ഓളം അടുപ്പുകളും അടുക്കളയിലും അടിപൊളിയായിട്ട് നമ്മൾ ഗാർഡനിങ് ടിപ്സുകളും അതേപോലെ തന്നെ കുക്കിംഗ് ടിപ്സുകളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ചാനലിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. താഴേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ആരോ മാർക്ക് കാണാം. അതിൽ ടച്ച് ചെയ്താൽ ലിങ്കിലേക്ക് പോകട്ടോ. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ലിങ്ക് ഉപയോഗിച്ച് നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഒരുപാട് ഗാർഡനിങ് ഐഡിയാസ്, ഹോം ഗാർഡൻ ടിപ്സുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഒരു ചാനലിൽ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. മോൺസ്റ്റർ പ്ലാന്റിനെ കുറിച്ചിട്ട് തൊട്ട് മുമ്പ് ചെയ്തിരുന്നു. വീഡിയോ കാണാത്തവർ കാണുക. മണി പ്ലാന്റ് സോയിൽ ലെയറിങ് ചെയ്ത് എങ്ങനെയാണ് മനോഹരമായിട്ട് വളർത്തുക എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാവുന്നതാണ്. നമ്മൾ സോയിൽ ലെയറിങ് ചെയ്ത് കൊടുത്തത് കാണുന്നുണ്ടാവുമായിരിക്കും അല്ലേ. ഇതേപോലെ ചെയ്തെടുത്ത് പോട്ടിൽ നമുക്ക് കുറച്ച് മണ്ണ് നിറച്ച് വെച്ച് അതിലേക്ക് ഈ വള്ളി പടർത്തിയെടുത്ത് അതിൽ നല്ല വേര് പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്ത് മാറ്റി നമുക്ക് വേറെ പോട്ടിൽ വേറെ പ്ലാന്റുകളാക്കി എടുക്കാവുന്നതാണ്. പെട്ടെന്ന് നമുക്ക് വളർത്താൻ പറ്റുന്ന ടിപ്പാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ഒരു പ്ലാന്റിലും അതേപോലെ തന്നെ പോത്തോസ് ഈ ഒരു മണി പ്ലാന്റിലും നമ്മളെ അതിൻ്റെ ഇലകൾ കഴിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ തണ്ടൊക്കെ മുറിച്ച് അതിൻ്റെ നീരൊക്കെ നമ്മളെ കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പം ചെറിയൊരു ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് പലരും അറിയാത്തത് കൊണ്ടാണ്, ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. കയ്യിലൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ചൊറിയാനും ആ ഭാഗം ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞ് തടിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലവർക്കൊക്കെയാണിത് കൂടുതലായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ കുട്ടികളും ഈ ഒരു പൂച്ചയൊക്കെ ഇത് തിന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡോഗൊക്കെ തിന്നുകയാണെങ്കിൽ അതിനും വയറിളക്കം അതേപോലെ തന്നെ വായൊക്കെ ചെറുതായിട്ട് പുണ്ണു വരുന്ന ഒരു രീതിയിലേക്കൊക്കെ ഒരു ദിവസത്തേക്ക് വരലുണ്ട്. വലിയൊരു പൊസിഷൻ അല്ല, എന്നാലും ചെറിയ രീതിയിൽ പ്രശ്നങ്ങളൊന്നോ 2 ദിവസം നമുക്ക് കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുറച്ച് വലിയ ഇലയുള്ള ഒരു പോത്തോസൊക്കെ ആണെങ്കിൽ ഒന്നുകൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. ചൊറിച്ചിൽ കുറച്ച് കൂടുതലായിരിക്കും. അത് നമുക്കൊക്കെ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം
കാര്യം കൂടിയാണത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പം അത് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് എടുത്ത് എത്തിപ്പെടാത്ത സ്ഥലത്തൊക്കെ നമ്മൾ പ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് കൂടി ഒന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഇൻഡോർ പ്ലാന്റുകളൊക്കെ വളർത്തുന്നവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. ഓരോ പ്ലാന്റുകളും എവിടെ പ്ലേസ് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് ആദ്യം ഒരു കാഴ്ചപ്പാട് കൂടി വേണം ഓരോ പ്ലാന്റുകളും നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ. കണ്ടോ, ഇതേപോലെ കൂടുതലായിട്ട് വളരുന്ന പ്ലാന്റുകളാണ് നമ്മൾ സോയിൽ ലെയറിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അടിയിലൊരു നമ്മൾ വേറൊരു പ്ലാന്റ് നട്ട ഒരു പോട്ടുണ്ട്. ആ പോട്ടിലായാലും നമ്മൾ കൂടെ അങ്ങോട്ടും മെല്ലെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതിന് നല്ല സ്ട്രോങ് വേരുകളായിരിക്കും. ആ വേര് നമ്മൾ ഈ മണ്ണിൽ കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് വളരും. അപ്പോൾ മണ്ണിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് പുറത്തേക്ക് കുറച്ച് വെച്ചുകൂടിയും കൊടുക്കാമെങ്കിൽ ഈ മദർ പ്ലാന്റും നന്നായിട്ട് വളരും. ഈ ഒരു മദർ പ്ലാന്റിന് കൂടി അത് നല്ലതാണ് കേട്ടോ. കട്ട് ചെയ്ത് മാറ്റാത്തൊരു സ്ഥലത്ത് വെക്കാം, അല്ലെങ്കിൽ കൂടുതൽ പോട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ മാറ്റിയിടാം. ഓക്കെ, നമ്മൾ കോമൺ ആയിട്ട് നമ്മളെ വീട്ടുമുറ്റത്തും അല്ലെങ്കിൽ പറമ്പിലൊക്കെ കണ്ടുവരുന്നൊരു പ്ലാന്റാണ് കലേഡിയം അല്ലേ. ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കൊരു നല്ലൊരു പോട്ടിലൊക്കെ വെക്കാം, ഇൻഡോറായിട്ട് വളർത്താവുന്നതാണ്. പക്ഷേ നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കുന്നതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ഇത് വെയിലത്ത് ഇപ്പോൾ നമ്മളെ വീട്ടിൽ തോട്ടത്തിലൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് വെയിൽ കൊണ്ടിട്ട് വളരുന്നുണ്ട്. നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചു കൊണ്ടിരുന്ന പ്ലാന്റുകൾ, കലേഡിയം പ്ലാന്റുകൾ 1000-1500 രൂപ വരെ വിലയുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റുകളുണ്ട്. നമ്മൾ പെട്ടെന്ന് ഒരു വെയിലുള്ള സ്ഥലത്തേക്കൊക്കെ വെച്ചാൽ ഈ പ്ലാന്റ് നശിച്ചു പോകും. അതേപോലെ തന്നെ വെയിൽ കൊള്ളിക്കാൻ പാടില്ലാത്ത പ്ലാന്റുകളും ഇത് തന്നെ ഉണ്ട്. ഇൻഡോറായിട്ട് വളരുന്ന പ്ലാന്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം വെക്കുക കേട്ടോ. ഈ ഒരു ഇനത്തിൽപ്പെട്ട പ്ലാന്റൊക്കെ ശരിക്കും ഇൻഡോറായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല ബേണായി പോകും. നമുക്ക് 2-3 പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്ലാന്റിൽ നമ്മൾ ഇതേപോലെ തന്നെ പെട്ടെന്ന് ഒരു സ്ഥലത്ത് മാറ്റി വെച്ച് പോയത് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെ ശ്രദ്ധിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലയൊക്കെ ബേണായിപ്പോയി. അപ്പം നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ നല്ല ഡയറക്റ്റായിട്ടുള്ളൊരു ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അല്ലാത്ത ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നന്നായിട്ട് ഈ ഒരു ചെടി വളർന്നും വരും. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെംകൻ പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് നമുക്ക് വളരെയധികം വിഷം കൂടിയൊരു പ്ലാന്റ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ കഴിച്ചു നോക്കിയിട്ടില്ല. ഒരുപാട് ന്യൂസ് കൂടിയും വാട്സപ്പിൽ കൂടിയൊക്കെ നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങളാണ്. പശു വരെ ചത്തുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി. ഫസ്റ്റായിട്ടത് കഴിച്ചു കഴിഞ്ഞാൽ ശ്വാസം മുട്ട്, അതേപോലെ തന്നെ ശ്വാസ തടസ്സമൊക്കെയാണ് അനുഭവപ്പെടുന്നത്. ലെൻസിനൊക്കെ പ്രശ്നമാവുന്നുള്ളതാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ കുറച്ചധികം കെയറായിട്ട് വെക്കുക. ഈ ഒരു പ്ലാന്റിൻ്റെ തണ്ട് കണ്ടോ, വളരെയധികം വണ്ണം കൂടിയതും അതേപോലെ തന്നെ തണ്ട് നല്ല പച്ച കളറും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു ഐഡിയ ആണ്. ഇതിൻ്റെ ഒരുപാട് കളറുകളുള്ള, നമുക്ക് സ്നോ വൈറ്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കളറുകളുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ. അത് ശരിക്കും നമ്മൾ നല്ലൊരു പോട്ടിലൊക്കെ വെച്ചാൽ ഇത് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയ ഇലയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ച് പോവും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത. മനോഹരമായ കളറും അതേപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജി കൂടി ഒരു പ്ലാന്റ് തരും. നല്ലൊരു എയർ പ്യൂരിഫയർ പ്ലാന്റ് കൂടിയാണ്. അപ്പോൾ ആരും ഇതെടുത്ത് കളയേണ്ട കാര്യമില്ല. പക്ഷേ മറ്റ് മൃഗങ്ങളും അതേപോലെ തന്നെ പൂച്ചയും ഡോഗും പെറ്റ്സ് അതേപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ കുറച്ച് നമ്മൾ അവർക്കൊന്നും എത്താത്ത സ്ഥലത്ത് വെച്ച് നമുക്ക് വളർത്താവുന്നതാണ്. അപ്പം നല്ല മനോഹരമായ ചെടിയാണ്. കളക്ഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കളക്ട് ചെയ്യുക. അപ്പം ഇങ്ങനത്തെ അറിവുകളൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ ഏതൊക്കെ പ്ലാന്റുകളൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റിൻ്റെ പേരൊന്ന് എഴുതിയിട്ട് കമൻറ്റ് അറിയിക്കുക. അതേപോലെ തന്നെ വളർത്താൻ പേടിയുള്ള ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് അറിയുക, ഒന്ന് കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് അറിയാൻ കഴിയുമല്ലോ ആരൊക്കെ ഏതൊക്കെ പ്ലാന്റുകളാണ് വളർത്താത്തതെന്ന്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് സ്നേക്ക് പ്ലാന്റ്, സിൻസ്വേരിയ പ്ലാന്റ്. നല്ല മനോഹരമായ പോസിറ്റീവ് എനർജി തരുന്നൊരു പ്ലാന്റാണിത്. കാരണം ഇത് പകൽ സമയങ്ങളിൽ ഓക്സിജൻ ഒരുപാട് ഇതിൻ്റെ ഇലകളിലുള്ള സുഷിരങ്ങളിൽ ഇത് ഇങ്ങനെ എടുത്തു വയ്ക്കുകയും രാത്രി സമയമാവുന്ന സമയത്ത് ഇത് നമുക്ക് ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നൊരു പ്ലാന്റാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് എല്ലാവരും AC ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലേ. അപ്പം എയറോളൊക്കെ നമ്മൾ അടച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഓക്സിജൻ്റെ അളവൊക്കെ റൂമിൽ കുറവായിരിക്കും, കുറച്ച് കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കോർണറുകളിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റ് നട്ട് വളർത്താവുന്നതാണ്. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുക, അധികം പോയിഷനൊന്നും ഇല്ലെങ്കിലും കുട്ടികളും അതേപോലെ തന്നെ പൂച്ച പെറ്റ്സൊക്കെ ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ ചെറിയ ചൊറിച്ചിലും വയറിളക്കവും മറ്റ് പ്രശ്നങ്ങളും വായ പൊള്ളുന്നൊരു പ്രശ്നമൊക്കെ കാണാറുണ്ട്. അപ്പം ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ഈ പ്ലാന്റ് മനോഹരമായിട്ട് നമുക്ക് വളർത്താവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു പ്ലാന്റ് വളർത്തുക. അപ്പോൾ ഈ പ്ലാന്റ് ആരൊക്കെ കയ്യിലുണ്ടെങ്കിൽ കാണുന്നവരൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ.
കേട്ടോ. അപ്പോൾ നല്ലൊരു പ്ലാന്റാണ്, വളർത്താനായിട്ട് ആരും ഒരു വിഷമവും വിചാരിക്കരുത്. മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ അടിപൊളിയായിട്ട് ഈ ഒരു പ്ലാന്റിനെയും വളർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ചെടിയാണ്, ഭയങ്കര വിഷമുള്ളതാണ് കേട്ടോ. ഇത് റോഡ് സൈഡിലൊക്കെ നമ്മളെ എന്താ പറയുക, അതിന് അരളിച്ചെടി അല്ലേ. അപ്പോൾ ഇത് റോഡ് സൈഡിലൊക്കെ കൂടുതലായിട്ട് കാണും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് പോകുന്ന റോഡായിക്കോട്ടെ, മൈസൂരിലേക്ക് പോകുന്ന അന്യ സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് റോഡ് സൈഡിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നിർത്തുന്ന സ്ഥലം ചിലപ്പോൾ ഇത് കുട്ടികളൊക്കെ കൈയിട്ട് പറിക്കാനും നല്ല അട്രാക്ഷനുള്ള പൂവാണ്, ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ ഇത് ഒരാളെ കൊല്ലാനുള്ള വിഷം ഇതിൻ്റെ ചെറിയ ഒരു കമ്പിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് ആർക്കും എത്താത്ത സ്ഥലത്ത് വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ല ബുദ്ധി. അപ്പോൾ നമ്മളെ പുതിയ ചാനലിന് ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി പറയാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കാണാത്തവരൊന്ന് പോയിട്ട് കണ്ട് ഫുൾ സപ്പോർട്ട് തരണം, കമൻറ്റും ലൈക്കൊക്കെ തരണം. അതേപോലെ തന്നെ ഈ ഒരു പച്ചത്തവളേനെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് പേര് പറയുന്നു അതിന് വിഷമുള്ളതാണെന്നൊക്കെ. പക്ഷേ നമ്മളെ ബാത്ത് മണിത്താറാവ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഫ്ലൈയിങ് ഡക്ക്, അത് ഇത് ഒരു 5-8 എണ്ണത്തിനെ കഴിച്ചു. പക്ഷേ യാതൊരുവിധ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു തരാനായിട്ട് മറന്നു പോകരുത്. തൽക്കാലം ഇന്നത്തെ ഈ ഒരു കണ്ടൻറ്റ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മളായിട്ടൊന്ന് ഷെയർ ചെയ്യാനൊക്കെ കൂടിയായിട്ട് മറന്നു പോകരുത്. നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ കിച്ചൺ ടിപ്സുകളും ഗാർഡൻ ടിപ്സുകളുള്ള പുതിയ ചാനലിൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.